വിവിധ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതോടെ ട്രഷറി സേവനങ്ങൾ ജനങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാകുന്നുണ്ടെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഹോസ്ദുർഗ് സബ് ട്രഷറിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ധനകാര്യമന്ത്രി കെ.എം. ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹോസ്ദുർഗ് സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു. ജീവനക്കാരും പെൻഷൻകാരുമാണ് ട്രഷറി വകുപ്പിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ട്രഷറിയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും മുതിർന്ന പൗരന്മാരാണെന്നത് പരിഗണിച്ച് അവർക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്നും അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും ലളിതവും വേഗത്തിലുമാക്കാൻ ജീവനക്കാർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് തുടങ്ങിയ വിവിധ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതോടെ ട്രഷറി സേവനങ്ങൾ ജനങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് എം.എൽ.എ. ഇ. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സൗകര്യത്തോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന പരിമിതമായ സൗകര്യങ്ങൾക്കപ്പുറത്ത് ആവശ്യമായ ഇവിടെ എത്തുന്ന പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർ മറ്റ് എല്ലാ വിഭാഗത്തിലും ട്രഷറിയെ ആശ്രയിക്കുന്നവർക്ക് അവിടെ കടന്നു എന്നാൽ അത്യാവശ്യം വേണ്ട വിധത്തിൽ അവിടെ നീക്കാനും അസൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യമുണ്ടാക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ കെട്ടിടം നമുക്ക് വന്നത് തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ എം. ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. സുജാത, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി. രമേശൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. തുളസി, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സബിത ചൂരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം. പി. ജാഫർ, എം. സുമതി, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, എം. വിജയൻ, നഗരസഭാ കൗൺസിലർ പി. വി. ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർവീസ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ വി. സാജൻ സ്വാഗതവും കാസർഗോഡ് ജില്ലാ ട്രഷറി ഓഫീസർ എ. സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.